ഒരിടത്തൊരു പെൺകുട്ടി അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. അവൾ ഇന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ പോവാൻ ഒരുങ്ങുകയാണ്. അമ്മേ, ഞാൻ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി വരാം. എന്നാ അങ്ങനെ ആകട്ടെ മോളെ. അമ്മേ, ബസ് വന്നേ, ഞാൻ പോകുന്നേ അമ്മേ. ഓ, മുത്തശ്ശിയുടെ അടുത്തേക്ക് വേഗം എത്തിയാ മതിയായിരുന്നു. അവിടെ എന്ത് രസമാണ്. ഓ, ഇവിടേക്ക് കാണാൻ എന്ത് രസമാണ്. നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു. മുത്തശ്ശിക്ക് വേണ്ടി എന്തെങ്കിലും സമ്മാനം വാങ്ങിയാലോ? അങ്ങോട്ടേക്കൊന്ന് നടന്നു നോക്കാം. അങ്ങനെ അവൾ ഒരു കടയിലെത്തി. അവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും സ്ലൈഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഹായ്, ഈ സ്ലൈഡ് കാണാൻ എന്ത് ഭംഗിയാ. ഇതിനെന്താ വില? ഇതിന് 10 രൂപയാ മോളെ. ഇത് മതി ചേച്ചി. അങ്ങനെ മൂളിപ്പാട്ടും പാടി മുത്തശ്ശിക്ക് വേണ്ട സമ്മാനവുമായി അവൾ നടന്നു. ശാന്തമീ രാത്രിയിൽ വാദിഘോഷാദികൾ കൊണ്ടുവാ. മുത്തശ്ശി അവൾക്കായി കാത്തു നിൽക്കുകയായിരുന്നു. വന്നു പാടി മുത്തശ്ശി അവളെ കെട്ടിപ്പുണർന്നു. നീ തന്നെ ഈ സമ്മാനം നീ തന്നെ മുത്തശ്ശിയുടെ തലയിൽ ഒന്ന് ചൂടുത്ത. ശരി മുത്തശ്ശി. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? മുത്തശ്ശി ഉണ്ടാക്കി തരാം. മുത്തശ്ശി, എനിക്ക് പാൻകേക്ക് മതി മുത്തശ്ശി. ഞാൻ ഏറ്റു മോളെ. പാൻകേക്ക് എന്ത് മണമാ. എനിക്ക് ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നു. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതിന്റെ ചൂടൊന്ന് ആറട്ടെ. മുത്തശ്ശി ഇപ്പൊ തരാട്ടോ. നിറച്ച് കഴിക്കൂ മോളെ, ഇതെല്ലാം മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അങ്ങനെ ഈ കുട്ടി വീട്ടുകാര്യങ്ങൾക്ക് മുത്തശ്ശിയെ സഹായിക്കാൻ തുടങ്ങി. മുത്തശ്ശി, ഞാൻ സഹായിക്കാം ഇതൊക്കെ. അങ്ങനെ ഒരു ദിവസം ലൈല തോട്ടത്തിലെ ഒരു ചെടി നശിപ്പിച്ചു. കുട്ടി, നീ ചെയ്തത്, നീ ആ ചെടി മൊത്തം നശിപ്പിച്ചല്ലോ. ഈ ഒരു സംഭവം ലൈലയെ വല്ലാതെ വിഷമിപ്പിച്ചു. സാരമില്ല മോളെ, അതൊരു ചെടിയല്ലേ, നമുക്ക് വേറൊരു ചെടി വാങ്ങാം. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏത് കാര്യം നമ്മൾ ചെയ്താലും നല്ല ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിഷമം ഉണ്ടാകേണ്ടി വരും. എന്നാലും മുത്തശ്ശി കഷ്ടപ്പെട്ട് വളർത്തിയ ചെടിയല്ലായിരുന്നു അത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാക്കിയത് മുത്തശ്ശി. അത് സാരമില്ല മോളെ, ഇനി ചെയ്യുമ്പോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശരി മുത്തശ്ശി, ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തോളാം. കണ്ടോ മോളെ, ശ്രദ്ധയോടെ ചെയ്തപ്പോൾ എല്ലാം നന്നായി വന്നത്. മുത്തശ്ശി, ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പോവാൻ തോന്നുന്നില്ല മുത്തശ്ശി. മോളെ, ഇത് ഞാൻ മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. മോക്ക് ഇഷ്ടപ്പെട്ടോ? മതി മുത്തശ്ശി. എങ്ങനെ ഉണ്ടാക്കിയത്? ഞാൻ ഉള്ളൻ മോളിൽ ഉണ്ടാക്കി. മോളെ, നീ എല്ലാം തന്നെ കഴിക്കണം കേട്ടോ. നാളെ വീട്ടിൽ പോകാനുള്ളതാ, കിടക്കണം. എന്റെ ദൈവമേ, ഈ കുട്ടീനെ എന്നാ കാണാൻ പറ്റിയ? ഉറങ്ങിക്കോ മോളെ. എന്റെ പൊന്നു മോളെ, ഞാൻ മുത്തശ്ശി പറഞ്ഞതെല്ലാം കേട്ടല്ലോ, അതൊക്കെ അനുസരിക്കണം കേട്ടോ. മുത്തശ്ശി, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ 10 ദിവസം മുത്തശ്ശി വന്ന്. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം, വീട്ടിലേക്ക് വരണേ. ബൈ മോളെ. അപ്പൊ കുട്ടികളെ, നിങ്ങളും മുത്തശ്ശിയുടെ വീട്ടിൽ പോകാറുണ്ടോ? കഥകളൊക്കെ കേൾക്കാറുണ്ടോ? മുത്തശ്ശി പറഞ്ഞു തന്ന ഗുണപാഠങ്ങൾ നിങ്ങളും പ്രാവർത്തികമാക്കാൻ നോക്കുക കേട്ടോ.